എല്ലാവർക്കും നല്ലൊരു മഴയിൽ കുതിർന്ന ഗുഡ് മോർണിംഗ്. അപ്പോഴേ ഇപ്പം സമയം ഏകദേശം ഒരു 5:30 ആയിട്ടോ. 5:30 ആയപ്പോൾ നമ്മളിപ്പോൾ നേരെ പോവുകയാണ്. നമ്മൾ വടശ്ശേരിക്കരിക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ എന്താ പറയുക കിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മളെ കാണാനായിട്ട് കുറേ ആൾക്കാർ വെയിറ്റിങ്ങിലാണ്. നമ്മളിപ്പോൾ ഇറങ്ങിയ സമയം 5:30-ക്കാണ്. ഏകദേശം നമ്മൾ അവിടെ എത്തുമ്പോൾ ഒരു 9 മണി 9:30 ആവും അല്ലേ? 9:30 മഴ ചാറുന്നുണ്ട് കേട്ടോ. അതെ വിജയചേട്ടൻ വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഇത് പുതിയൊരു തുടക്കമാണ്. അപ്പോൾ കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതേപോലെ ഇറങ്ങി ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയൊക്കെ വേണം. സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക, അത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് റീച്ച് ആക്കിയൊക്കെ എല്ലാവരും തരണം. സബും ഷെയറും ലൈക്കൊക്കെ ചെയ്ത് തന്നേക്കാം. അത്രയും മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. അപ്പം എല്ലാവർക്കും എന്താ പറയുക, അതെ എല്ലാവരും ഞങ്ങളോടൊപ്പം പോരെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഈ ഒരു യാത്രയിൽ ഞാൻ നിങ്ങളെ കൂടി കൊണ്ടുപോകാണ് കേട്ടോ. എനിക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ബായ്. ഇത് നമ്മുടെ സ്വന്തം ചാലക്കുടിയാണ്. മഴയിൽ കുതിർന്നിരിക്കുന്ന ചാലക്കുടിയാണ്. മഴ പെയ്യുന്നുണ്ട് നന്നായിട്ട്. ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ ഞങ്ങള്. അപ്പം നമ്മള് നമ്മുടെ മൂവാറ്റുപുഴ കോട്ടയം റൂട്ടിലേക്ക് നമ്മൾ കേറിട്ടോ. മഴ പാലക്കുഴ എന്നാണ് സ്ഥലത്തിന്റെ പേര്. നല്ല മഴ ഇങ്ങനെ വന്നും പോയി ഒക്കെ നിൽക്കുക കേട്ടോ. ഓരോ നമ്മള് ബോർഡർ ഓരോന്ന് കിടക്കുമ്പോഴും മഴ പെയ്യ മാറ അങ്ങനെ. പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ പോണത് കേട്ടോ. ആലപ്പുഴ ചായ കുടിക്കാൻ വേണ്ടി കട നോക്കിയിട്ട് കടയെല്ലാം അടച്ചിട്ടേക്കുന്നു. സൺഡേ ആയതുകൊണ്ടാണോ എന്നൊരു സംശയം. പിന്നെ മഴയൊക്കെ അല്ലേ, ഞായറാഴ്ചയൊക്കെ അല്ലേ. നമ്മുടെ അച്ചായമാരൊക്കെ പള്ളിയിലൊക്കെ പോയി ഇന്ന് ചിക്കനും ബീഫൊക്കെ മേടിച്ച് കപ്പയൊക്കെ വേവിച്ച് കറിയൊക്കെ വെച്ച് കഴിക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കടകളൊക്കെ കുറവാണ്. അങ്ങനെ നമ്മൾ വടശ്ശേരിക്കരയിൽ എത്തിയിട്ടോ. നമ്മളിപ്പോൾ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന ചേച്ചീൻ്റെ രേഖ ചേച്ചിയാണ്. രേഖ ചേച്ചീനെയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അവരിപ്പോൾ എത്തും. നമ്മൾ ഉദ്ദേശിച്ചത് നേരത്തെ എത്തി, ഒരുപാട് നേരത്തെ എത്തിയായിരുന്നു. വരുന്ന വഴിക്ക് വലിയ ബ്ലോക്കോ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, സൺഡേയും കൂടി ആയതുകൊണ്ട്. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളിവിടെ വടശ്ശേരിക്കര വന്നപ്പോഴാണ് നമുക്ക് സ്ഥലം കിട്ടിയത്, സ്പേസ് കിട്ടിയത്, കഴിക്കാനായിട്ടുള്ളൊരു ഹോട്ടൽ നമുക്ക് കിട്ടിയത് കേട്ടോ. ഹോട്ടലൊക്കെ സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാം അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പം നമ്മൾ അവരിങ്ങനെ കാറിനകത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ജോജനിറങ്ങി പുറത്ത് നിൽക്കുക കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തു. അവർ വന്നു. അവർ ഫ്രണ്ടിൽ, അയ്യോ അതല്ല കേട്ടോ, അതിൻ്റെ ഫ്രണ്ടിലാണ്. ആ 3 വണ്ടിയുണ്ട്. ആ 3 വണ്ടി നമ്മൾ 4 വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടി അവർ ഫ്രണ്ടിൽ പോയി, ഞങ്ങളിതാ ബാക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഈ സ്പോട്ടിന്റെ പേര് വടശ്ശേരിക്കര എന്നാണ്. ഇവിടുന്ന് നമ്മൾ ഗവി റൂട്ട് അല്ലേ, ആങ്ങമൂഴി എന്ന് പറഞ്ഞ സ്ഥലമാണേ. ആ റൂട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, ആ പോകുന്ന വണ്ടിയല്ല, ഫ്രണ്ടിൽ പോയി അവർ വിട്ട്. ഇങ്ങനെയാണോ ഇവിടെ വഴി കാണിച്ചു തരുന്നത്? അപ്പം ഒരുപാട് സന്തോഷം. നമുക്ക് രേഖ ചേച്ചിയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പം അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോ ചേച്ചി, ഞാൻ അങ്ങോട്ടേക്ക് എത്തിയേക്കാന്ന് പറഞ്ഞു. ചേച്ചി എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തു. അപ്പം എനിക്കും ഭയങ്കര ഒരു സന്തോഷവും ഭയങ്കര ഹാപ്പിയിലാണ് ഞാനും കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ കൂടെ വേണം. ഓക്കെ, ഹാപ്പി അല്ലേ ബിജോ ചേട്ടാ? ബിജോ ചേട്ടാ ഡബിൾ ഹാപ്പി ആയിട്ടായിരിക്കുന്നത്. ബൈ. നമ്മൾ ഉൾവനത്തിലേക്ക് കടന്നിരിക്കുന്നു. ആ 3 വണ്ടി നമ്മുടെ പയ്യന്മാരാട്ടോ, നമ്മുടെ ടീംസാണ് ആ പോണത്. വഴി കാണിച്ച് പോണതാ ഫ്രണ്ടിൽ അവർ ഞങ്ങളെ.
ഞങ്ങളിപ്പോൾ ചിറ്റാറൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല മഴ, ഞങ്ങളിവിടെ ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. ഇതാണ് നമ്മുടെ സ്വന്തം രേവ ചേച്ചി. രേവ ചേച്ചി ഉന്നൂടെയൊക്കെ എടുക്കുക, എനിക്ക് വേണ്ട. ഇത് നമ്മുടെ സ്വന്തം സോണിയ മോള്. അപ്പോൾ ഇവരാണ് എന്നെ കോണ്ടാക്ട് ചെയ്ത ആൾക്കാർ. നമ്മളെ ഈ ചെറിയൊരു സംരംഭത്തിന് വേണ്ടിയിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്ത ആൾക്കാരാണ്. നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. പകുതി എത്തിയതേ ഉള്ളൂ, കയറാൻ തുടങ്ങുന്നതേ ഉള്ളൂ. മുന്നിലോട്ട് ഇനിയുണ്ട് കുറച്ച് യാത്രകളാണ്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി. നല്ല മഴയും. ഉഴുന്നോടെ കൊള്ളാമോ? ഉഴുന്നോടെ കൊള്ളാമോ? എന്തോ ഒരു കൊച്ചു ചായക്കട കേട്ടോ ഇവിടെ. ഒരു കൊച്ചു ചായക്കടയിൽ ഞങ്ങൾ ചായ കുടിക്കും. അപ്പോൾ നമ്മളിത് അവിടുന്ന് ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അവിടുന്ന് ചെക്ക് പോസ്റ്റ് കടന്നതിന് ശേഷം മാത്രമേ നമുക്ക് അങ്ങോട്ട് കയറി പോകാൻ പറ്റത്തുള്ളേ. അവരെന്തോ പേരെന്തൊക്കെയോ എഴുതി കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഇവിടെ അങ്ങോട്ട് പോയേക്കാണ് കേട്ടോ. നമ്മളൊരു 4 വണ്ടിയാണ് പോണത്. 4 വണ്ടിയിലാണ് നമ്മൾ പോണത്. ചോദിച്ചേട്ടൻ പോയി നിൽക്കണോ? നോക്കി വളഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അവർ പോയി പേര് നമ്പറും ഒക്കെ എഴുതി കൊടുത്തിട്ട് വരട്ടെ. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റിൽ എത്തിട്ടോ. ഇവിടെ നമുക്ക് ഇച്ചിരി നേരം സമയം ഇവിടെ എടുക്കേണ്ടി വന്നു. കുറച്ച് എന്തൊക്കെയോ പൂരിപ്പിച്ചൊക്കെ കൊടുക്കേണ്ടി വന്നു, വണ്ടി നമ്പറും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. നല്ല മഴയാണ് കേട്ടോ. ഇവിടെ തുടങ്ങി നമുക്ക് അട്ടയുടെ കടിയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരുന്നു, ഓരോരുത്തരുടെ കാലിലൊക്കെ അട്ടയൊക്കെ കടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും പെറുക്കി കളഞ്ഞിട്ട് വീണ്ടും നമ്മളിതാ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇതാ പക്ക വനമാണ് കേട്ടോ നമ്മൾ ഈ പോകുന്ന റൂട്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ പോകുന്ന വഴിക്ക് റോഡിന് കുറുകെ മരമൊക്കെ ഒടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നേരം നമ്മളത് പെറുക്കി മാറ്റിയിട്ടൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കണ്ടോ, ഘോര വനം തന്നെയാണ്, ശരിക്കും ഉൾവനം തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. വലിയ വീതിയൊന്നുമില്ല വഴിക്ക്, പക്ഷേ വഴി നല്ല കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാത്ത വഴിയാണ്. നിറച്ച് ആനപ്പിണ്ടൊക്കെ സൈഡിലുണ്ടായിരുന്നു. കണ്ടോ, അതേ മരമൊക്കെ വീണിട്ട് നമ്മളതെല്ലാവരും കൂടി ഇറങ്ങി പെറുക്കിയൊക്കെ മാറ്റി. എന്നിട്ടാണ് നമ്മൾ പിന്നെയും വണ്ടിയായിട്ട് മുന്നോട്ട് പോയത് കേട്ടോ. എല്ലാവരും പെറുക്കിയൊക്കെ മാറ്റുവാണ്. കണ്ടോ, നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് കുറച്ച് മഴയൊക്കെ കുറവുണ്ടായിരുന്നു. അങ്ങനെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ഉള്ളൊരു യാത്രയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ള് വനമാണ്, ഘോര വനമാണ്. പുലി, ആനയും കടുവയും എല്ലാം ഉള്ളൊരു വനമാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഡാമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഏതൊരു ഡാമൊക്കെ ഉണ്ട്. ആ ഡാമൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങി നിന്ന് അങ്ങനെ നമുക്ക് വീഡിയോസ് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മളിങ്ങനെ തന്നെ വീഡിയോ അതിനകത്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഏതൊരു ഡാമൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ഡാമിൻ്റെ എന്തൊക്കെ സംഭവങ്ങളൊക്കെയാണ് ആ കാണുന്നത്. അങ്ങനെ ഇനി ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് വീഡിയോസ് ആയിട്ട് നമ്മുടെ റീൽസിൽ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. അങ്ങനെ നമ്മളിത് അവരുടെ ഏരിയയിലേക്ക് എത്തിയിരിക്കുന്നു കേട്ടോ.